മുംബൈ ഇന്ത്യൻസ് ഇതെന്തും ഭാവിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ആരാധകരുടെ സംശയം. തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞ് ഇനിയും അവർക്ക് മതിയായില്ലേ? ഇങ്ങനെ മൈൻഡ് ഗെയിമും അടിക്ക് തിരിച്ചടിയും കൊടുത്തുകൊണ്ടിരുന്നാൽ 2024 IPL എന്താവും ആ ടീമിൻ്റെ ഭാവി? മുംബൈ ഫാൻസിൻ്റെ സംശയം ഇതാണ്. കഴിഞ്ഞ ദിനം ഈ സംശയങ്ങൾക്ക് ചൂടും ചൂരും പകർന്നൊരു സംഭവമുണ്ടായി. ഇക്കുറി നമുക്ക് ആ സംഭവത്തിലേക്ക് കടക്കാം. മൈൻഡ് ഗെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുംബൈ ക്യാമ്പിൽ. രോഹിത്തിനും പൊള്ളാഡിനും സൂര്യകുമാർ യാദവിനും ബുംറയ്ക്കും മാത്രമല്ല മുംബൈ ഇന്ത്യൻസിനും ആ മൈൻഡ് ഗെയിം വശമുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിനം നടന്നത്. എന്നാലും ഇങ്ങനെ മൈൻഡ് ഗെയിം കളിക്കുകയാണെങ്കിൽ, ഇങ്ങനെയൊരു നീക്കവുമായി മുംബൈ ഇന്ത്യൻസ് ഇറങ്ങുകയാണെങ്കിൽ അത് എന്തായിരിക്കും ഈ സീസണിൽ സംഭവിക്കുക എന്നതാണ് ആരാധകരുടെ സംശയം. മുംബൈ ഇന്ത്യൻസും ടീം തന്നെ ഇപ്പോൾ മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻസി വിവാദത്തിൻ്റെ അലയൊലികൾ ഇനിയും അവിടെ കെട്ടിട്ടില്ല ആ ക്യാമ്പിൽ എന്ന് സൂചിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രോഹിത് ശർമ്മയെ ഫ്രാഞ്ചൈസിയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും നീക്കി പുലിവാൽ പിടിച്ച മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു പുതിയ ട്വീറ്റാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചത്. രോഹിത് ശർമ്മയാണ് ടീമിനെ നയിക്കുന്നത്. ശക്തമായ ഒരു ടീമിനെ തന്നെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പതിവ് പോലെ മുംബൈ ഇന്ത്യൻ സോഷ്യൽ മീഡിയ സൈറ്റായ എക്സിൽ, പഴയ ട്വിറ്റർ എക്സിൽ ഈ ഒരു വാർത്ത പങ്കുവച്ചപ്പോൾ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ചിത്രം ഒഴിവാക്കിയാണ് ഈ ഒരു വാർത്ത അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. രോഹിത് ടീമിൻ്റെ നായകനാണെന്ന് ഓർക്കണം. അതുപോലെ മുംബൈ ഇന്ത്യൻസിൻ്റെ നായകനായിരുന്നു എന്നോർക്കണം. മുംബൈ ഇന്ത്യൻസിൻ്റെ സീനിയർ താരമാണെന്ന് ഓർക്കണം. എന്നാലോ 3 താരങ്ങളുടെ ഫോട്ടോ വെച്ച് ഷെയർ ചെയ്ത പോസ്റ്റിലാണെങ്കിൽ രോഹിത്തിന് ഇടമില്ല താനും. ഇതാണ് ആരാധകരുടെ പ്രതിഷേധത്തിന് കാരണമായത്. KL രാഹുൽ, ജസ്പ്രീത് ബുംറ, ശ്രേയസ് അയ്യർ എന്നിവരാണ് മുംബൈ ഇന്ത്യൻസ് പങ്കുവച്ച പോസ്റ്ററിൽ ഇടം പിടിച്ചവർ. പോസ്റ്ററിൽ നിന്നും രോഹിത്തിനെ ഫ്രാഞ്ചൈസി മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് എന്നാണ് ആരാധകർ ഇപ്പോൾ ആരോപിക്കുന്നത്. ഇതിൽ ജസ്പ്രീത് ബുംറയുടെ ഫോട്ടോ വെച്ചതിനെ നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. കാരണം അദ്ദേഹം ഇന്ത്യയുടെ കുന്തമുനയാണ്, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബോളറാണ്. അതുപോലെ മുംബൈ ഇന്ത്യൻസിൻ്റെയും സീനിയർ താരമാണ്. പക്ഷേ എന്തുകൊണ്ട് മറ്റു ഫ്രാഞ്ചൈസികളുടെ നായകരായ KL രാഹുലും ശ്രേയസ് അയ്യരും ഈ ഫോട്ടോയിൽ ഇടം പിടിച്ചു എന്നാണ് ആരാധകരുടെ പ്രധാനപ്പെട്ട ചോദ്യം. അയ്യർ കൊൽക്കത്തയുടെയും രാഹുൽ ലഖ്നൌവിൻ്റെയും നായകരാണ് എന്ന് കൂടി ഓർക്കണം. ഇനി ഫോട്ടോ വെച്ച് പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണെങ്കിൽ ഏറ്റവും അഭികാമ്യരായവർ സീനിയർ താരങ്ങൾ എന്ന നിലയിൽ ജസ്പ്രീത് ബുംറയും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ്. ഇവരെയായിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത്. അങ്ങനെ ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട്. അപ്പോൾ ഇവരെ മാറ്റി എന്തുകൊണ്ട് രാഹുൽ എന്നിവർ ഈ ഫോട്ടോയിൽ ഇടം പിടിച്ചു എന്നാണ് ആരാധകരുടെ ചോദ്യം. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടെസ്റ്റ് സ്ക്വാഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന ചോദ്യത്തോടു കൂടിയായിരുന്നു താരങ്ങളുടെ പട്ടിക മുംബൈ ഇന്ത്യൻസ് എക്സിൽ പങ്കുവച്ചത്. #OneFamily, #India vs England എന്നീ ഹാഷ്ടാഗുകളും ഇതിനൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ മുംബൈ ഇന്ത്യൻസ് ഇതിനൊപ്പം പങ്കുവച്ച പോസ്റ്ററിൽ ക്യാപ്റ്റന് പകരം KL രാഹുലിനെ പ്രധാനിയാക്കിയിട്ടാണ് മുംബൈ ഇന്ത്യൻസ് ഈ പോസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ളത്, പങ്കുവച്ചിട്ടുള്ളത്. 2020 സിനിമയിൽ പോസ്റ്ററിൽ മമ്മൂട്ടിയുടെ ഫോട്ടോ നടുക്ക് വെച്ചതുപോലെ രാഹുലിൻ്റെ ഫോട്ടോ നടുക്കിങ്ങനെ നിൽക്കുന്നു. ക്യാപ്റ്റനെ ഒഴിവാക്കി അവിടെ രാഹുലിനെ പ്രതിഷ്ഠിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആരാധകർ ഫ്രാഞ്ചൈസിക്കെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. എവിടെ ഇന്ത്യൻ ക്യാപ്റ്റൻ? ഇത്രയും അപമാനം സഹിച്ചുകൊണ്ട് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിൽ തുടരേണ്ടതില്ല. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും നീക്കിയതിന് പിന്നാലെ പോസ്റ്ററിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ തല വെട്ടിയിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിൽ നിന്നും സ്വയം വിട്ടുപോകാൻ രോഹിത് ഇനിയെങ്കിലും തീരുമാനമെടുക്കണം. അങ്ങനെ നീളുന്ന അതിരൂക്ഷ വിമർശനങ്ങളാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ട്വീറ്റിന് താഴെ രോഹിത് ശർമ്മയുടെ ആരാധകർ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. രോഹിതിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം തെറിച്ചതിനെ ചൊല്ലി മുംബൈ ഇന്ത്യൻസ് ടീമിൽ തമ്മിലടി രൂക്ഷമാണ് എന്നാണ് ഇപ്പോഴും ഇത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. ഇപ്പോഴും അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. രോഹിതിനെ ഫ്രാഞ്ചൈസിയുടെ നായക സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നാലെ ഇപ്പോൾ ഈ ടെസ്റ്റ് സ്ക്വാഡിനെ കുറിച്ചുള്ള പോസ്റ്ററിൽ നിന്നും തഴഞ്ഞത് ഹിറ്റ്മാനോട് ഫ്രാഞ്ചൈസിക്കുള്ള നീരസം തുടരുന്നതിൻ്റെ തെളിവായിട്ട് തന്നെയാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ക്യാപ്റ്റൻസി മാറ്റം ആരാധകർക്ക് മാത്രമല്ല കളിക്കാർക്കിടയിലും കടുത്ത നീരസം ഉണ്ടാക്കിയതായുള്ള റിപ്പോർട്ടുകൾ, അങ്ങനെയുള്ള വാർത്തകൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, പങ്കുവച്ചതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് നമുക്കറിയാം, വൺസ് ദ റെയിൻ ഈസ് ഓവർ എൻ അംബ്രല്ല ബിക്കംസ് എ ബർഡൻ ടു എവറി വൺ. ദാറ്റ്സ് ഹൗ ലോയൽറ്റി എൻഡ്സ് വെൻ ബെനിഫിറ്റ് സ്റ്റോപ്പ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂടെ എല്ലാവർക്കും ഒരു ബാധ്യതയാണ്. പ്രയോജനങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കൂറും ആർക്കും പരസ്പരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൻ വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ താരവും നിലവിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിംഗ് പരിശീലകനുമായ അവരുടെ ഏറ്റവും പ്രധാന കളിക്കാരനായിരുന്ന കീറൻ പൊള്ളാഡിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി കഴിഞ്ഞ ആഴ്ച ഏറെ ചർച്ചയായിരുന്നു. ഇതിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻസി വിവാദത്തെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ആ ബാധ്യതയായ എന്നാൽ ഒരു കാലത്ത് അനുഗ്രഹമായിരുന്ന ആ കുട
രോഹിത് ശർമ്മ എന്ന അവർക്ക് 5 തവണ കിരീടം നേടിക്കൊടുത്ത ഹിറ്റ്മാനാണ് പൊള്ളാർഡിൻ്റെ സ്റ്റോറി ഡീകോഡ് ചെയ്തുകൊണ്ട് പലരും അന്ന് പറയുകയുണ്ടായി. മുംബൈ ഇന്ത്യൻസിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളിലേക്ക് ചൂണ്ടിയുള്ള ഒരു സ്റ്റോറിയായിരുന്നു പൊള്ളാർഡിൻ്റെ ഈ സ്റ്റോറി എന്നാണ് ആ സമയത്ത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത്. IPL താരലേലത്തിന് മുമ്പ് നമുക്കറിയാം അപ്രതീക്ഷിത നീക്കത്തിലൂടെയാണ് മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യയെ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും സ്വന്തമാക്കുന്നത്. പിന്നാലെ മുംബൈ ഇന്ത്യൻസിൻ്റെ നായകനായി ഹാർദിക്കിനെ അതിലും അപ്രതീക്ഷിതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭാവി മുൻപിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എന്നായിരുന്നു ആ സമയത്ത് മുംബൈയുടെ വിശദീകരണം. ആ സമയത്ത് മഹേല ജയവർദ്ധനെ വിശദീകരിച്ചത് അങ്ങനെയാണ്. രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും നീക്കിയതിനെതിരെ ആരാധക രോഷം പുകയുമ്പോഴും മുതിർന്ന ക്രിക്കറ്റ് താരങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു ആ സമയത്ത് നടത്തിയിരുന്നത്. ഒരേ സമയം മുംബൈ മാനേജ്മെന്റിനെയും രോഹിത്തിനെയും തള്ളിപ്പറയാതെയുള്ള ഒരു ഡിപ്ലോമസി മുൻ കളിക്കാരുടെ പ്രസ്താവനകളിലെല്ലാം ആ സമയത്തുണ്ടായിരുന്നു. നമുക്കറിയാം 2013 ക്യാപ്റ്റനായിരുന്ന റിക്കി പോണ്ടിങ്ങിന് കീഴിൽ ആദ്യഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് മോശം പ്രകടനം തുടർന്നപ്പോഴാണ് ആ സീസൺ ഇടയിൽ വെച്ച് തന്നെ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിൻ്റെ നായകനായി അവരോധിതനാകുന്നത്. ആ വർഷം കിരീടം നേടിയ മുംബൈ പിന്നീട് രോഹിത്തിന് കീഴിൽ 4 തവണ കൂടി കിരീടം നേടുകയുണ്ടായി. കിരീട കണക്കുകളിൽ ഇങ്ങനെ റെക്കോർഡ് നേട്ടം IPLൽ കൊയ്തപ്പോഴാണ് രോഹിത് ഇന്ത്യൻ ക്യാപ്റ്റനാവാനുള്ള നറുക്കും അദ്ദേഹത്തിന് വീഴുന്നത്. അതിനൊപ്പം വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റനായും രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസി അവരോധിതനായി അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി കണക്കുകൾ ആർക്കും ഒട്ടും പിറകിലല്ല എന്ന് നമുക്കറിയാം. ലോകകപ്പിലടക്കം ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹം ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് നമ്മൾ കണ്ടതാണ്. ഫൈനലിൽ ഓസീസിന് മുമ്പിൽ മാത്രമാണ് രോഹിത് കീഴടങ്ങിയത്, ഇന്ത്യൻ ടീം കീഴടങ്ങിയത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ലോകകപ്പിന് ശേഷം അപ്രതീക്ഷിതമായി ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് വിട്ട് മുംബൈയിലേക്ക് തിരികെ എത്തിയതും അവിടെ ക്യാപ്റ്റനായി അവരോധിതനാവുന്നതും. 2015 മുംബൈ ഇന്ത്യൻസിനൊപ്പം IPL കരിയറിന് തുടക്കമിട്ട താരമാണ് ഹാർദിക് എന്ന് നമുക്കറിയാം. 2021 വരെ അദ്ദേഹം ടീമിനൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ തുടർച്ചയായ പരിക്കുകളും ഫിറ്റ്നസ് പ്രശ്നങ്ങളുമെല്ലാം ആ മുംബൈക്കൊപ്പം ഉണ്ടായിരുന്ന അവസാന സീസണുകളിൽ ഹാർദിക്കിനെ വലച്ചിരുന്നു ആ സമയത്ത്. ഇതോടെ 2021 സീസണിന് ശേഷം താരത്തെ കൈവിടാൻ മുംബൈ തീരുമാനിക്കുകയായിരുന്നു. അതിനൊപ്പം തുടർന്ന് നടക്കാനിരിക്കുന്ന മെഗാ താരലേലത്തിൽ ഹാർദിക്കിനെ തിരികെ വാങ്ങാനുള്ള പ്ലാനും ആ സമയത്ത് മുംബൈക്കുണ്ടായിരുന്നു. അവർ 4 പേര് മാത്രമായിരുന്നു ആ സമയത്ത് നിലനിർത്തിയിരുന്നത്. പക്ഷേ ലേലത്തിന് മുമ്പ് IPLലെ പുതിയ ഫ്രാഞ്ചൈസികളിലൊന്നായ ഗുജറാത്ത് ടൈറ്റൻസ് അപ്രതീക്ഷിതമായി ഹാർദിക്കിനെ ടീമിലെത്തിക്കുകയും നായകസ്ഥാനം അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. നേരത്തെ ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും ക്യാപ്റ്റനായ അനുഭവ സമ്പത്തില്ലാതിരുന്ന ഹാർദിക്കിനെ ഈ ഒരു റോൾ ഏൽപ്പിച്ചപ്പോൾ ആ സമയത്ത് തന്നെ പലരും നെറ്റിച്ചൊളിക്കുകയും ഇതൊരു ഫ്ലോപ്പായ തീരുമാനമായി മാറുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ കോച്ച് ആശിഷ് നെഹ്റയും ഹാർദിക് പാണ്ഡ്യയും ചേർന്നുള്ള കോമ്പിനേഷൻ ആദ്യ സീസണിൽ ക്യാപ്റ്റൻ കോമ്പിനേഷൻ ആദ്യ സീസണിൽ തന്നെ ഗുജറാത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ട് ഗുജറാത്ത് ടൈറ്റൻസ് 2022 IPLൽ കിരീടം ചൂടുകയും ചെയ്തു. സീസണിന് മുമ്പ് തന്നെ പൂർണ്ണ ഫിറ്റ്നസ് തിരിച്ചുപിടിച്ച ഹാർദിക് ആ സീസണിൽ ബാറ്റിങ്ങിനൊപ്പം ബോളിങ്ങിലും ടീമിൻ്റെ നിർണായക താരമായി മാറുകയും ചെയ്തു. കഴിഞ്ഞ സീസണിലും ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഗുജറാത്ത് കസർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. തുടർച്ചയായി 2ാം കിരീടത്തിന് കയ്യെത്തും ദൂരത്ത് അവർ എത്തിയെങ്കിലും ഫൈനലിൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനോട് പരാജയപ്പെടുകയായിരുന്നു. അപ്പോൾ അതിനൊപ്പം തന്നെ ഇതോടുകൂടിയാണ് ഹാർദിക്കിൻ്റെ നേതൃപാടവം ലോകം അംഗീകരിച്ചത്. അതിനിടെ ദേശീയ ടീമിനെയും അദ്ദേഹത്തിന് നയിക്കാൻ അവസരം ലഭിച്ചിരുന്നു. കഴിഞ്ഞ T20 ലോകകപ്പിന് ശേഷമുള്ള രോഹിത്തിൻ്റെ T20 മത്സരങ്ങളിലെ അഭാവത്തിൽ കഴിഞ്ഞ നവംബറിന് ശേഷം T20യിൽ ഇന്ത്യയെ സ്ഥിരമായി നയിച്ചുകൊണ്ടിരിക്കുന്നത് ഹാർദിക്കാണ് എന്ന് നമുക്കറിയാം. ഏകദിനത്തിലാവട്ടെ അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റൻ എന്ന രൂപത്തിലുള്ള പ്രൊമോഷൻ ലഭിച്ചു. അപ്പോൾ ഇവയെല്ലാമാണ് ഹാർദിക്കിനെ ഗുജറാത്തിൽ നിന്നും തിരികെ വാങ്ങാനും ശേഷം പെട്ടെന്ന് തന്നെ ക്യാപ്റ്റനാക്കാനും മുംബൈയെ പ്രേരിപ്പിച്ചത്. പക്ഷേ അതിനുശേഷം ഇതുവരെയും രോഹിത്തോ മറ്റ് മുംബൈ കളിക്കാരോ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തതായി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോലും ഇട്ടതായോ പ്രതികരിച്ചതായോ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരും അതൃപ്തരാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ. സീനിയർ താരങ്ങളായ ബുംറയുടെയും ചിലപ്പോൾ മൗനമാണ് നല്ലതെന്ന സ്റ്റാറ്റസും അതുപോലെ സൂര്യകുമാർ യാദവിൻ്റെ ഹൃദയം നുറുങ്ങുന്ന ഇമോജിയുമൊക്കെ ആ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇതിനെതിരെയുള്ള പ്രതികരണം എന്ന രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു. മുംബൈ ക്യാമ്പിൽ നിന്നും സച്ചിൻ അടക്കമുള്ളവർ മാറുന്നു എന്ന തരത്തിലുള്ള കിംവദന്തികൾ വരെ ഒഴുകുകയുണ്ടായി ആ സമയത്ത്. ഏതായാലും ഈ തീരുമാനത്തോടെ മുംബൈ ക്യാമ്പിൽ ഒന്നും പഴയതുപോലെയല്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ. ഇപ്പോഴിതാ രോഹിത്തിനെ പോസ്റ്ററിൽ നിന്ന് തന്നെ വെട്ടിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഈ IPLൽ സംഭവിക്കാൻ പോകുന്നത്, മുംബൈ ക്യാമ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.